ഹലോ. ഹലോ. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഒന്നുമില്ല. എന്താ എൻ്റെ പൊന്നിന് പറ്റിയത്? എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇത് ഞാൻ കുറേ കാലം കൊണ്ട് കേൾക്കണതാ. എന്താടോ? എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? എടി നീ ആ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല ചോദിച്ചത്, നമ്മൾ രണ്ടാളെ മാത്രം കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എന്താ ഉണ്ടോ? ഒരുപാടുണ്ട്. ഞാനിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചിരുന്നയാടോ. എന്ത് കാര്യം? നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, എന്താ ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അല്ല, ഉറക്കത്തിൽ നിന്ന് എണ്ണീച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ദേഷ്യത്തിൽ, അതുകൊണ്ടായിരിക്കും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഇത്രയും ദേഷ്യത്തിലാന്ന് പറഞ്ഞു കേൾക്കണത്. സാധാരണ കേട്ടില്ലേ? ഞങ്ങളൊക്കെ ഓരോരുത്തരുടെ സംസാരം കൊണ്ടാണ് മനസ്സിലാക്കുന്നത് ദേഷ്യത്തിലാണോന്ന്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചടോ, നമ്മുടെ ആ ഒരു പഴയ കാലത്ത് ഞാൻ നിന്നെ കാണാൻ വന്നതും നീ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിന്നതും. എന്താടോ എല്ലാം മൂളി കേൾക്കാണല്ലോ. എന്നിട്ടെന്താ നീ എന്നോട് എന്താ ആദ്യം പറഞ്ഞു? എന്നിട്ട് എന്താ പറഞ്ഞ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങള് പറയും. നീ എന്നോട് പറഞ്ഞതേ, എനിക്ക് നിങ്ങൾ തന്നെ കല്യാണം കഴിച്ചാൽ മതിയാക്കോ, എനിക്ക് വേറെ ആരും കഴിക്കണ്ട. ആ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത്. ഇപ്പൊ എന്താ അങ്ങനെ തോന്നില്ല? നിങ്ങളെ ഇഷ്ടമല്ല. അയ്യോടാ, എൻ്റെ ചക്കരയല്ലേ? അല്ല. അതെന്താന്നറിയോ മോളെ, ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. ഇതെല്ലാ പ്രാവശ്യം പറയാറുള്ളത് എന്നോട്. അതല്ലേ പറഞ്ഞത്, കുറേ തിരക്കായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയാണ്ടാണ് എൻ്റെ പൊന്നാര മോളെ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? എങ്ങനെയായിരുന്നു? കല്യാണത്തിന് മുന്നേ എങ്ങനെയായിരുന്നു? പറഞ്ഞതായോ കേൾക്കട്ടെ. കല്യാണത്തിന് മുന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഫോൺ വിളിക്കൂലേ ആരും കാണാണ്ട്. അതെന്നല്ലേ? പിന്നോട് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? എനിക്ക് വേണ്ടി സമയം കണ്ടെത്തും. ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് വേണ്ടി സമയം കണ്ടെത്തും, ആരും കാണാണ്ട് രാത്രി വിളിക്കും, കാണാൻ വരട്ടെ എന്ന് ചോദിക്കും, അങ്ങനെ പലതും. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ? അപ്പൊ അത് നിനക്ക് ഓർമ്മയുണ്ടോടി കുരുപ്പേ? പിന്നല്ലാണ്ട്. അത് ഓർമ്മയുണ്ടായിരുന്നാ മതി. അതൊക്കെ ഒരു കാലം. ഇപ്പൊ നിന്റെ ദേഷ്യമൊക്കെ തീർന്നില്ലേ അവിടെ? എനിക്കറിയായിരുന്നു ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് എത്തിക്കുന്നു. നിന്റെ ദേഷ്യം മാറണമെങ്കിലേ ഈ പഴയ കാര്യങ്ങൾ തന്നെ ഞാൻ എടുത്തിടണം, അല്ലാണ്ട് നീ മാറൂലേ, അല്ലെങ്കിൽ എന്നെ നീ കൊല്ലും.